ഒടുവിൽ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ നീതി കിട്ടിയിരിക്കുന്നു. ട്രംപിനിട്ടൊരു കടുത്ത അടിതറ നൽകിയിരിക്കുകയാണ് US ഫെഡറൽ അപ്പീൽ കോടതി. ട്രംപ് പ്രഖ്യാപിച്ച ലോകരാജ്യങ്ങൾക്കുള്ള താരിഫ് ഒരിക്കലും നിലനിൽക്കില്ല, അതിന് ട്രംപിന് അധികാരമില്ലെന്നാണ് കോടതിയുടെ ഉത്തരവ്. ഈ സുപ്രധാന ഉത്തരവിട്ട നികുതികളെ എതിർത്ത ജഡ്ജിമാരെ ട്രംപും കിങ്കരന്മാരും കറുത്ത കുപ്പായമിട്ട രാഷ്ട്രീയക്കാർ എന്നൊക്കെ വിളിച്ച് കളിയാക്കുകയാണ്. എങ്കിലും ലോകരാജ്യങ്ങൾക്ക് നീതി കിട്ടിയിരിക്കുന്നു. മിക്കവാറും എല്ലാ ഇറക്കുമതികളിലും വ്യാപകവും അനിശ്ചിതവുമായ നികുതികൾ ഏർപ്പെടുത്താൻ ഡൊണാൾഡ് ട്രംപിന് അധികാരമില്ല എന്നാണ് ഫെഡറൽ സർക്യൂട്ടിനായുള്ള US അപ്പീൽ കോടതി വെള്ളിയാഴ്ച വിധിച്ചത്. കോടതി നികുതികൾ റദ്ദാക്കിയെങ്കിലും സുപ്രീം കോടതി സമീപിക്കാൻ ട്രംപിന് സമയം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കാലയളവിൽ, അതായത് ഒക്ടോബർ 14 വരെ നികുതികൾ നിലനിർത്താനും ട്രംപിന് കോടതി അനുവാദം നൽകിയിട്ടുണ്ട്. അത്രയും ഇളവ് കൊടുത്തു. ഫെഡറൽ അപ്പീൽ കോടതി വിധി വന്നതിന് പിന്നാലെ ഭ്രാന്തിളകിയ അവസ്ഥയിലാണ് ട്രംപ്. രോഷാകുലനാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്. താൻ ഏർപ്പെടുത്തിയ താരിഫുകളില്ലെങ്കിൽ അമേരിക്ക പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുമെന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ മുന്നറിയിപ്പ്. അപ്പോഴത്തെ ചോദ്യം, അധിക നികുതികൾ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് വരെ അമേരിക്ക ദാരിദ്ര്യത്തിലായിരുന്നു എന്നാണ്. അതിന് മാത്രം ഉത്തരമില്ല. ഉക്രൈനെ ആക്രമിക്കുന്ന റഷ്യയും തങ്ങളെ അനുസരിക്കാത്ത ഇന്ത്യയും ചൈനയും ബ്രസീലിനെയും പിന്നെ സാമ്പത്തിക ശക്തിയായ ജപ്പാനെയും ഒക്കെ തറപറ്റിക്കാനാണല്ലോ ട്രംപിന്റെ ഈ അധിക നികുതി നാടകം. അല്ലാതെ US ജനതയെ തീറ്റിപ്പോറ്റാനൊന്നുമല്ലല്ലോ. അങ്ങനെയെങ്കിൽ അമേരിക്കയെ തീറ്റിപ്പോറ്റാൻ ഇന്ത്യയുടെയും റഷ്യയുടെയും ഒക്കെ പോക്കറ്റിൽ നിന്നും പണം കൊള്ളയടിക്കണമെന്ന ട്രംപിന്റെ അതിബുദ്ധിക്ക് കുതിരപ്പണം തന്നെ കൊടുക്കണം. നികുതികളും നമ്മൾ ഇതിനകം സമാഹരിച്ച ട്രില്യൺ കണക്കിന് ഡോളറും ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം പൂർണ്ണമായും നശിപ്പിക്കപ്പെടും, നമ്മുടെ സൈനിക ശക്തി തൽക്ഷണം തുടച്ചു നീക്കപ്പെടുമെന്നാണ് ട്രംപ് നാണം കെട്ട് തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. കോടതിയുടെ തീരുമാനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു ട്രംപ്. ഭൂരിപക്ഷ ജഡ്ജിമാരെയും തീവ്ര ഇടതുപക്ഷ സംഘമെന്ന് വിളിച്ചു. അതേസമയം ഈ തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒബാമ നിയമിച്ച ജഡ്ജിയെ അഭിനന്ദിക്കാനും ധൈര്യത്തിന് നന്ദി പറയാനും ട്രംപ് മറന്നില്ല. നികുതികളെ എതിർത്ത ജഡ്ജിമാരെ കറുത്ത കുപ്പായമിട്ട രാഷ്ട്രീയക്കാർ എന്നും ട്രംപ് വിളിച്ചു. രാഷ്ട്രീയ കോടതിയിൽ നിന്നും എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ കഴിയും, ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ രൂപരേഖയാണ് ജഡ്ജിമാരുടെ ഈ വിയോജിപ്പ് നൽകുന്നതെന്ന് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നാവാരോയും കുറിച്ചു. കേസിൽ തോൽക്കുകയാണെങ്കിൽ ട്രംപ് പറഞ്ഞതാണ് ശരി, അത് അമേരിക്കയുടെ അവസാനമായിരിക്കുമെന്ന് നവാരോ ഒറ്റ വരി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതിലാണ് കാര്യമിരിക്കുന്നത്. അമേരിക്ക കടുത്ത ദാരിദ്ര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന വ്യക്തമായ സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന ലോകരാജ്യങ്ങൾക്ക് ഇരട്ടിയും അതിലിരട്ടിയും ഒക്കെ താരിഫ് ട്രംപ് ഏർപ്പെടുത്തിയത്. കാരണം ഈ ചുങ്കം പിരിച്ചിട്ട് വേണം അമേരിക്കക്കാർ ജീവിക്കാൻ, അമേരിക്ക കെട്ടിപ്പടുക്കാൻ. അല്ലെങ്കിൽ അമേരിക്ക വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് ട്രംപിന് വ്യക്തമായി അറിയാം.